നമസ്കാരം. ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പഴവർഗ്ഗം തണ്ണിമത്തനാണ്. ദാഹം ശമിപ്പിക്കുന്ന പഴം എന്നാണ് തണ്ണിമത്തൻ അറിയപ്പെടുന്നത്. അതിനു കാരണം തണ്ണിമത്തൻ്റെ ഭാരത്തിൻ്റെ 90% വെള്ളമാണ്. വേനൽക്കാലത്ത് നമ്മുടെ പഴക്കടകളിൽ തണ്ണിമത്തൻ വിൽപ്പന പൊടിപിടിക്കുന്നതിന് കാരണവും ഈ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള തണ്ണിമത്തൻ്റെ ആ ഒരു കഴിവ് തന്നെയാണ്. പച്ച നിറത്തിൽ വലിയ പന്തുപോലെ ഉരുണ്ട തണ്ണിമത്തന് ചുവന്ന് തുടുത്ത കാമ്പാണ് ഉള്ളത്. സ്വാദിലും പോഷകഗുണത്തിലും തണ്ണിമത്തൻ ഏറെ മുന്നിൽ തന്നെയാണ്. വെള്ളരി, മത്തൻ എന്നിവയെപ്പോലെ നിലത്ത് പടർന്നു വളരുന്ന വള്ളിച്ചെടിയാണ് തണ്ണിമത്തൻ. തണ്ണിമത്തനെ വത്തയ്ക്ക എന്ന പേരിലും അറിയപ്പെടുന്നു. വേനൽക്കാല വിളയായ തണ്ണിമത്തൻ കേരളത്തിൽ ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല ചൂടും സൂര്യപ്രകാശവും ഉണ്ടെങ്കിലേ തണ്ണിമത്തന് മികച്ച വിളവ് ലഭിക്കൂ. അതിനാൽ സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളിലാണ് കൃഷി ഇറക്കുന്നത്. ജനുവരി, മാർച്ചോട് വിളവെടുക്കാം. ഷുഗർ ബേബി, അർക്ക ജ്യോതി എന്ന് 2 ഇനം തണ്ണിമത്തനാണ് ഇന്ന് കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഇനം ഷുഗർ ബേബി എന്ന ഇനത്തിലുള്ള തണ്ണിമത്തനാണ്. മാംസ്യം, കാർബോഹൈഡ്രേറ്റ്, പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, ഇരുമ്പ്, ഫോസ്ഫറസ് ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗമാണ് തണ്ണിമത്തൻ. കുരുവില്ലാത്ത തരം തണ്ണിമത്തനും ഇപ്പോൾ കടകളിൽ നിന്ന് കിട്ടും. തണ്ണിമത്തൻ എന്ന പഴത്തെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.